Hi all. Do not save what is left after spending, but save what is left after saving. It's Milindo. Welcome back to Trading Milestone. നമ്മുടെയൊക്കെ വീട്ടിൽ നിരന്തരം എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ? ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ആ ഒരു ചർച്ച നീളാത്തത്? എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മണി സേവിങ് കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത്? നമ്മൾ വിചാരിക്കും, ഓക്കെ, എനിക്ക് ഏൺ ചെയ്യട്ടെ, ഞാൻ ആവശ്യത്തിന് ഇൻകം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽ ആവട്ടെ, എന്നിട്ട് സേവിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അതല്ല. സേവിങ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. എല്ലാം ആയി കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു പൈസ പോലും സേവ് ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല. എന്നാൽ നമ്മുടെ പടിപടിയായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ആ ഒരു ലൈഫിൽ ആ സേവിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈവൻ കുട്ടികളിൽ പോലും ആ ഒരു സേവിങ് ശീലം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ ഫാസ്റ്റ് പ്ലേസ്ഡ് വേൾഡിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നല്ലേ? ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺനെസസറി ആയിട്ട് വരുന്ന ഡെപ്റ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഡെപ്റ്റിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാം സെറ്റ് ആയതിനു ശേഷം സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകട്ടെ, ഇനി എനിക്ക് സേവിങ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. സേവിങ്സ് എന്ന് പറയുന്നത് നിരന്തരം നമ്മുടെ ലൈഫ് ജേർണിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന ഡെപ്റ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷണൽ പരമായിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അൺനെസസറി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഈ സേവിങ്സ് നമ്മളെപ്പോഴും സഹായിക്കും. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്. ഇപ്പോൾ ഈ ട്രേഡിങ് എന്നൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കും, എന്താണ് ട്രേഡിങ്, അല്ലെങ്കിൽ ഇതൊരു ഗ്യാമ്പിളിംഗ് ആണോ, അല്ലെങ്കിൽ തട്ടിപ്പാണോ? അങ്ങനെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ ന്യൂജൻ വേൾഡിൽ പോലും ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും വ്യക്തമായിട്ട് അറിയാത്ത ആളുകളുണ്ട്. അതിനെ പേടിയോടെ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. എന്താണ് ട്രേഡിംഗ് എന്ന് പറയട്ടെ. നമുക്കറിയാം, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി ഒരു നിശ്ചിത വിലയ്ക്ക് വാങ്ങി അതിന് വില കൂടിയ വിലയ്ക്ക് വിൽക്കുക. ഇതാണ് നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? പണ്ട് കാലത്ത് നമുക്കറിയാം, ബാർട്ടർ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ എന്തായിരുന്നു, സാധനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു, അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, ഒരു വിലയ്ക്ക് നമ്മളൊരു 50 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നു. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? മണി അവിടെ സേവ് ചെയ്യണം, നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഈ 50 രൂപയുടെ സ്റ്റോക്ക് ഒരു 60 രൂപയാകുമ്പോൾ നമ്മളത് വിൽക്കുന്നു. അപ്പം നമുക്കവിടെ 10 രൂപ ലാഭം കിട്ടുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലുണ്ട് നമുക്കറിയാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് വാങ്ങി നമ്മൾ അന്ന് തന്നെ വിൽക്കുന്നു. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ്, പൊസിഷണൽ ട്രേഡിംഗ്, ഇതേക്കുറിച്ചിട്ടൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ നമുക്കറിയാം, അല്ലേ? ട്രേഡിങ്ങിൽ ഇൻട്രാഡേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊസിഷണൽ, സ്വിംഗ് ട്രേഡ് ഒക്കെ നമുക്കറിയാം. അപ്പം ഈ ട്രേഡിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രേഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാം, അതുപോലെ കമ്മോഡിറ്റി, അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം റിസ്ക് നമുക്ക് അഫോർഡബിൾ ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യക്തമായ ഒരു പോർട്ട്ഫോളിയോ മേക്ക് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ട്രേഡിങ്ങിലൂടെ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ഒരു നല്ല പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് ആ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വ്യക്തമായ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്താൽ ആ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ട്രേഡിംഗ് വഴി നല്ലൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റിൻ്റെ ട്രെൻഡുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും സ്റ്റോക്ക് വാങ്ങുന്നതും വിൽക്കുന്നതും. പ്രധാനമായിട്ടും ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പ്രൈസ് വോളിയം ബേസിൽ നമ്മൾ ട്രേഡ് എടുക്കും. എത്രമാത്രം വോളിയം ഉണ്ട് ഒരു മാർക്കറ്റിൽ, ഒരു നിശ്ചിത പ്രൈസിൽ സെൽ അല്ലെങ്കിൽ ബൈ ചെയ്യാൻ എത്ര വോളിയം ഉണ്ട്,
അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, പാറ്റേൺ ബേസിൽ, പ്രൈസ് ആക്ഷന്റെ മൂവ്മെന്റ് ബേസിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഈസിലി നമുക്ക് എങ്ങനെ പ്രൈസ് ആക്ഷൻ വഴി ട്രേഡിങ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ഷെയർ വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിങ്ങിനെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞാൽ. ഇനി ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ട്രേഡിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതായത് പ്രൈസ് വോളിയം ബേസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ലോങ് ടേം ആക്ടിവിറ്റിയാണ്. അവിടെ നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി കുറേ നാളുകൾക്ക് ശേഷം, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളൊക്കെ നമുക്ക് അത് ഹോൾഡ് ചെയ്യാനും അതിനുശേഷം അത് വിൽക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെക്ക് ചെയ്തിട്ട് വേണം ആ കമ്പനിയിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരു ഫെയർ വാല്യൂവിൻ്റെ താഴെയുള്ള പ്രൈസ് വേണം വാങ്ങിക്കാനായിട്ട്. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയും. അതായത് ഒരു പ്രൈസിന്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കുക. ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേർഡ്സ് കുറച്ച് കട്ടിയാണെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു കമ്പനിയുടെ ആ പ്രൈസിന്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ബിലോ ദ ഇൻട്രിൻസിക് വാല്യൂ അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വി ഷുഡ് ബൈ എ സ്റ്റോക്ക് ബിലോ ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ. അതുപോലെ തന്നെ ആ ഇൻട്രിൻസിക് വാല്യൂ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റോക്ക് നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. കാരണം ഒരു സ്റ്റോക്കിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നതാണ് ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ ആ മാർക്കറ്റ് പ്രൈസിൽ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ നമുക്കത് ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല. കാരണം ആ പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ താഴെ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്ന സ്റ്റോക്ക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മളൊരു സ്റ്റോക്ക് എ എടുക്കുന്നു. സ്റ്റോക്ക് എയുടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 200 ആണെന്ന് വിചാരിക്കുക. ഒരു മാർക്കറ്റ് പ്രൈസ് ഒരു 180 അല്ലെങ്കിൽ 150 ഒക്കെ നിൽക്കുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ സ്റ്റോക്ക് വാങ്ങാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. അപ്പം നമുക്ക് അതിന് താഴെ ഒരു പ്രൈസിൽ നമ്മൾ വാങ്ങിച്ചാൽ എന്തായാലും നമുക്ക് വില കൂട്ടി ആ സ്റ്റോക്ക് വിൽക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ നടത്തുമ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുക, ഒരു പോർട്ട്ഫോളിയോ മാനേജർമാർ വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്യുറബിൾ ആയിട്ട് സ്റ്റോക്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിസർച്ച് അനലിസ്റ്റിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിസർച്ച് അനലിസ്റ്റുകൾ കറക്റ്റായിട്ട് ഫണ്ടമെന്റലി നമുക്ക് അനലൈസ് ചെയ്ത് പറഞ്ഞു തരും ഏതൊക്കെ സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ചില സ്റ്റോക്സ് ഒക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ന്യൂസിന്റെ ബേസിലോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ഇറഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിന്റെ ബേസിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ ഉറപ്പായിട്ടും നമുക്കത് ലാഭത്തിലേക്ക് എത്തുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ ഈ വാങ്ങിക്കുന്ന സ്റ്റോക്ക് ഇൻട്രിൻസിക് വാല്യൂവിന്റെ മേളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട്. നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ട്രേഡിങ്ങിനേക്കാളും റിസ്ക് കുറവാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ. പക്ഷേ അത് വ്യക്തമായി ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷേ അത് കൃത്യമായ ഒരു റിസർച്ച് അനലിസ്റ്റിന്റെ ഡിസിഷൻ പ്രകാരം വേണം നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാനായിട്ട്. പിന്നെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഏത് ജോലിയുടെ കൂടെയും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം ഡെയിലി നമുക്ക് ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഡെയിലി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഏതൊരു പ്രൊഫഷന്റെ കൂടെയും അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അതൊരിക്കലും മറ്റൊരു ജോലിയുടെ കൂടെ ഇൻട്രാഡേ ട്രേഡിങ് കൊണ്ടുപോകുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ ടൈം ഇൻട്രാഡേ ട്രേഡറാണ്. അപ്പം മറ്റൊരു ജോലി ആ ഒരു ഒപ്പം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ മാത്രം ശ്രദ്ധ വെക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് ട്രേഡേഴ്സിൻ്റെ ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കോളുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു ജോലി എനിക്ക് ഈ ട്രേഡിങ്ങിൻ്റെ ഒപ്പം തന്നെ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻട്രാഡേ ട്രേഡറാണ്.
അപ്പോൾ ഞാൻ മറ്റൊരു ജോലിയുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്വിംഗ് ട്രേഡ്, പൊസിഷണൽ ട്രേഡ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് രീതികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഫുൾ ടൈം ഇൻട്രാഡേ ട്രേഡർ ആയതുകൊണ്ട് എനിക്ക് വേറൊരു ജോലിക്ക് പോവുക എന്നുള്ളത് നടക്കുന്നില്ല. എന്നാൽ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ എനിക്ക് മെന്റർഷിപ്പ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മെയിനായിട്ട് ട്രേഡേഴ്സിന് മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡേഴ്സിന്റെ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ഒപ്പം തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. 9:15 തൊട്ട് 3:30 വരെയാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് മെന്ററിംഗ് പ്രോഗ്രാമിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സമയം കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് വേറൊരു ജോലിയുണ്ട്, ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ നമ്മൾ ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ ദിവസത്തെ മാർക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ആ പ്രൈസ്, വോളിയം, പ്രൈസ് ആക്ഷൻ ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ഇൻട്രാഡേ ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വേറൊരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പ്രിഫർ ചെയ്യത്തില്ല. അപ്പം ട്രേഡിങ്ങിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു ജോലിയുടെ കൂടെ നമുക്ക് പൊസിഷണൽ ട്രേഡിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഒരു സ്റ്റോക്ക് വാങ്ങി 1 വീക്ക് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ 1 മന്ത് ഹോൾഡ് ചെയ്യുക, ആ ഒരു രീതി. അത് പക്ഷേ വ്യക്തമായ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ ആ ഒരു രീതികളിലോട്ടൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മളെപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാവുന്ന രീതിയിലായിരിക്കണം. മറ്റ് ജോലികളുള്ളവരൊക്കെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് അപ്പോൺ യു. ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ചില ആളുകൾ വിചാരിക്കും എനിക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു അവധിയുള്ള ദിവസം, ഇപ്പം ജോലിക്ക് പോകാത്ത ഒരു ദിവസമാണ്, എന്നാൽ ഒന്ന് ട്രേഡ് ചെയ്തേക്കാം. ആ ഒരു രീതിയിൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാതെ ഈ ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ശരിക്കും നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ നഷ്ടമാണ് അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ആണ്, ആ ഒരു രീതിയിലേക്ക് അവർ ചിന്താഗതി മാറുകയും മറ്റുള്ളവരോട് അങ്ങനെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഞാൻ പറയാം, മാർക്കറ്റിനെ പഠിക്കുക. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, യൂറോപ്യൻ മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് പോലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് ന്യൂസ് ബേസിലും കൂടെയാണ് നമ്മുടെ ഇൻട്രാഡേ ട്രേഡുകൾ നടക്കുന്നത്. ഇപ്പം നല്ലൊരു ന്യൂസ് നടക്കുന്നു, ആ ഒരു ന്യൂസ് കറക്റ്റായിട്ട്, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ലൈവ് ന്യൂസ് കൂടി ഞാനിങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു മാർക്കറ്റിൽ നടക്കുന്ന ഫ്ലക്ച്വേഷൻസിനെ ന്യൂസ് വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം ന്യൂസ് നോക്കണം, പ്രൈസ് വോളിയം ബേസ് നോക്കുക, പ്രൈസ് ചാർട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഡീറ്റെയിൽസ്, പിന്നെ മെയിൻലി കമ്പനിയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള അനാലൈസ് എല്ലാം നടത്തണം. അപ്പം ഒരു ഇൻട്രാഡേ ട്രേഡിൽ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു 2 hours എങ്കിലും അത് പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് തലേ ദിവസം നോക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ മാർക്കറ്റിൽ കയറുന്നതിന് മുമ്പും നമുക്ക് വ്യക്തമായിട്ട് മാർക്കറ്റിനെ പഠിച്ചിട്ട് അവിടെ ഇരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം സൈക്കോളജി കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് റിസ്കിനെ അഫോർഡ് ചെയ്യാനായിട്ട്, അഫോർഡബിൾ റിസ്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓവറായിട്ട് ട്രേഡുകൾ എടുക്കുക, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡിലേക്ക് പോവുക, ഈവൻ ഫോമോ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരുന്ന ഒരു മേഖലയാണിത്. സോ നമ്മൾ അതിനെ വളരെ കെയർഫുൾ ആയിട്ട് വേണം പഠിച്ച് ആ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട്. ഇൻട്രാഡേ ട്രേഡിലൊക്കെ നമ്മൾ വളരെ ഹെൽത്തി മൈൻഡ് ആയിരിക്കണം, ഹെൽത്തി ബോഡി ആയിരിക്കണം. ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്താലേ നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഹ്യൂജ് ലോസസ് താങ്ങേണ്ടതായിട്ട് വരും. ഇപ്പം ഈ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെയിം ടൈം നമുക്ക് നല്ല രീതിയിൽ ഹ്യൂജ് ലോസസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് സെബി വാൺ ചെയ്യുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ഈസ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത സ്ട്രാറ്റജി ബേസിൽ ഈ ഒരു ഫീൽഡിൽ നിന്നാൽ 100% നമുക്കിവിടെ വിജയിക്കാനായിട്ട് തന്നെ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് മാത്രമേ ഞാൻ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ ഇതിലും പ്രോഫിറ്റ് കിട്ടും എന്നുള്ള അവസ്ഥയാണെങ്കിൽ പോലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലോസിൽ ഞാൻ എക്സിറ്റ് ആവാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഒരു റൂൾ ബേസിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ലോസസ് വളരെ കുറവാണ്. ഈ ഒരു ഫീൽഡിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും അതുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കുന്നുണ്ട്. ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു 10 പേര് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്താൽ ആ 10 പേർക്കും
10 ഡിഫറെൻറ്റ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം എൻ്റെ സൈക്കോളജി അല്ല എൻ്റെ സ്ട്രാറ്റജി അല്ല നിങ്ങളുടെ സ്ട്രാറ്റജി. സോ കെയർഫുൾ ആയിട്ട് സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. ട്രേഡിംഗ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മനസ്സിലാക്കുക എന്താണ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പം അല്ലാതെ ഊഹാപോഹങ്ങളുടെ പുറത്ത് ഒരിക്കലും ട്രേഡിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. വ്യക്തമായിട്ട് ഇതെന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ വെൽത്തിന്റെ ഒരു ഭാഗം നിരന്തരമായിട്ട് സേവിങ്ങിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെ വലിയൊരു വെൽത്ത് ക്രിയേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.